രതി സാർ, സ്ത്രീകളെ കുറിച്ചുള്ള വിവാദ പരാമർശത്തിൽ ഇപ്പോ ഖേദം പ്രകടിപ്പിച്ചിരിക്കുകയാണ് മന്ത്രി CP ജോൺ. ശരിക്കും അദ്ദേഹം പറഞ്ഞൊരു തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയല്ലേ? അതിനുശേഷം ഇപ്പൊ ഒരു ഖേദം പ്രകടിപ്പിച്ചിട്ട് കാര്യമുണ്ടോ? ഇത്രയും വലിയൊരു പരാമർശം നടത്തിയിട്ട്. അല്ല ഇതില് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗവൺമെന്റിന് പറ്റിയ ഒരു അബദ്ധമാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താ സാർ? ആകെ ഈ ഗവൺമെന്റ് ചെയ്ത ഏറ്റവും വലിയ പ്രോഗ്രാം എന്ന് പറയുന്നത് ഈ പ്രിയദർശിനി ബസ്സിൽ യാത്ര സൗജന്യമാക്കിയതാണ്. അപ്പൊ ഈ സൗജന്യമാക്കിയപ്പോ നമ്മളൊക്കെ തന്നെ ഇവിടെ നിന്ന് ചർച്ച ചെയ്തതാണ്. താങ്കൾക്ക് ഓർമ്മയുണ്ടാവും, നമ്മൾ ഇവിടെ നിന്ന് അന്ന് ചർച്ച അതെ. ചെയ്തതാണ്. ഇതെല്ലാവർക്കും സൗജന്യമാക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം ആവശ്യമുള്ളവർക്ക് സൗജന്യം കൊടുത്താൽ പോരെ? അല്ലെങ്കിൽ 1 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം ഒക്കെ ശമ്പളം മേടിക്കുന്ന സ്ത്രീകള് ഇപ്പൊ ചിലപ്പോ അവര് ഫെഡറൽ ബാങ്കിന്റെ ജനറൽ മാനേജർ ആയിരിക്കാം, ചിലപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥരായിരിക്കാം. ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ ഇത് സൗജന്യമാക്കി കൊടുക്കണോ എന്നുള്ളത് ചോദിച്ചിരുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇത് സൗജന്യമാക്കുന്നത് നല്ല പരിപാടിയാണ്. കാരണം സ്ത്രീകളുടെ മൊബിലിറ്റി വർദ്ധിക്കും, കൂടുതലായിട്ട് ആളുകൾ കയറുമെന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ അപ്പോഴും ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടായി. എന്താണ്? ഇവിടെ മലബാറിലൊന്നും ഈ ബസ്സുകൾ അധികം ഇല്ല, ഓർഡിനറി ബസ്സുകളില്ല. രണ്ടാമത്തത് ഇത് മറ്റേ തിരുവനന്തപുരം, കൊല്ലത്താണ് കൂടുതൽ പ്രയോജനം ചെയ്യുന്നത്. അപ്പൊ അതിൽ തന്നെ ഒരു ഒരു ഈ പറയുന്ന നമ്മുടെ സ്ഥലങ്ങൾ തമ്മിൽ ഒരു കുഴപ്പമുണ്ട്. അപ്പൊ പറഞ്ഞത് ഓക്കെ, ആദ്യഘട്ടമാണ്, രണ്ടാമത്തെ ഘട്ടം ഞങ്ങൾ ശരിയാക്കുമെന്നാണ്. ഇപ്പൊ സത്യത്തിൽ ഇപ്പൊ എന്താ മന്ത്രി പറഞ്ഞേക്കണെന്ന് വെച്ചാൽ, ഇതൊക്കെ ഞങ്ങൾ ഫ്രീ ആയിട്ടൊക്കെ കൊടുത്തു, പക്ഷെ നിങ്ങളൊക്കെ ഇതുപോലെ തള്ളിക്കയറുമെന്ന് നമ്മൾ വിചാരിച്ചില്ല, വലിയ നഷ്ടമാണെന്നാണ്. ശേ. മനസ്സിലായ? എനിക്ക് തോന്നണത് ഈ ഇദ്ദേഹം ജോണേട്ടൻ ഇനി വല്ല മൃണാളിന്റെ വീഡിയോ ഉണ്ടാകുന്നതായിരിക്കും, എന്താ നമ്മുടെ സാർ? ഹംഗ്രി മൃണാൾ. കാരണം ഹംഗ്രി മൃണാൾ ഇതുപോലെ വീഡിയോ ഇട്ടിരുന്നു. അതായത് എൻ്റെ ഹംഗ്രി മൃണാളിന്റെ ഹോട്ടലിലേക്ക് വന്ന് നിങ്ങൾക്ക് രാത്രി ക്രിക്കറ്റ് കളി കാണാം, ഫുട്ബോൾ കളി കാണാം, ഫ്രീ ആയിട്ട് എല്ലാവർക്കും കട്ടൻ ചായ തരാന്നാണ് പറഞ്ഞത്. അതിനുശേഷം പുള്ളി പറയുന്ന വാചകം എന്താണെന്നറിയാം? പിറ്റേ ദിവസത്തെ വീഡിയോ വീണ്ടും കാര്യം ഞാൻ ഫ്രീ ആയിട്ട് കട്ടൻ ചായ തരാന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ. പക്ഷെ ആളുകൾ കുറെ പേര് വന്ന് എന്തോരം കട്ടൻ ചായ ആകെ പ്രശ്നത്തിലായി പോയി. ആ കട്ടൻ ചായ കുടിച്ചവന്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച്. യഥാർത്ഥത്തിൽ ഇനിയിപ്പോ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ, ഇനി സ്ത്രീകൾ ബസ്സിൽ കയറുമ്പോ 2000 രൂപയുടെ ചെരുപ്പിട്ടാണോ വരുന്നത്, അതോ നിങ്ങൾ ഇത്ര രൂപയുടെ സാരി ഉടുത്താണോ വരുന്നത് എന്നൊക്കെ ജനങ്ങൾ പോലും ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്കുള്ള ഒരു അതെ. വ്യത്യാസം വരുത്തി വെച്ചു. പിന്നെ ജോണേട്ടൻ പറഞ്ഞത് മുഴുവൻ അബദ്ധമാണ് ഇതിനകത്ത്. പറയാതിരിക്കാൻ പറ്റില്ല. സാധാരണ പുള്ളി അതെ. വളരെ ബുദ്ധിപരമായിട്ടൊക്കെ സംസാരിക്കുന്ന ഒരാളാണ്. ഞാനായിട്ട് നല്ല പരിചയമുള്ളതാണ്. നിരവധി തവണ സംസാരിച്ചിട്ടുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും പുള്ളി എന്നെ വിളിച്ച് ചില കാര്യങ്ങൾ, കണക്കുകളൊക്കെ ചോദിച്ചിരുന്നു. അപ്പൊ അതില് യഥാർത്ഥത്തിലുള്ള കാര്യം എന്താ? ജോണേട്ടനെ പോലുള്ള ആൾ ഇങ്ങനെ പറഞ്ഞത് എന്നെ അമ്പരപ്പിച്ച് കളഞ്ഞു, അത്ഭുതപ്പെടുത്തി കളഞ്ഞു. കാരണം പുള്ളി ഒന്നാമത്തെ കാര്യം കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് പോയതാണ് പാലക്കാട്. അപ്പൊ ജോണേട്ടൻ അവിടെ ഉള്ള ആളുകളൊന്നും സൂചിപ്പിച്ചേക്കാന്ന് വിചാരിച്ചാല്, അവിടെ ഉള്ളത് പ്രൈവറ്റ് ബസ്സുകളാണ്, അവരുടെ തൊഴിലാളികളൊക്കെയാണ്. അപ്പൊ അവരൊന്ന് സൂചിപ്പിച്ചേക്കാന്ന് വിചാരിച്ച് അടിച്ചു പോയതാണ്. പക്ഷെ അടിച്ചു പോയതിനുള്ള കുഴപ്പം എന്താ വെച്ചാൽ, 3 കാര്യങ്ങൾ പുള്ളി പറഞ്ഞു, ആ 3 തെറ്റാണ്. അതെ. എന്താണെന്നറിയാമോ? ഒന്നാമത്തെ കാര്യം, ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കാതെയാണ് പുള്ളി അത് പറഞ്ഞേക്കണം. അതായത് കേരളത്തിലെ സ്ത്രീകൾ, അവരെ സംബന്ധിച്ച് അവര് പറഞ്ഞേക്കുന്ന കണക്കിൽ തന്നെ വ്യത്യാസമുണ്ട് കേട്ടോ, അത് ഞാൻ പറയാം. കേരളത്തിലെ സ്ത്രീകള് മറ്റേ കുട്ടികളെ പ്രൈവറ്റ് സ്കൂളുകളിലേക്ക് അയക്കുന്നു. അതായത് പണം മേടിക്കാത്ത പ്രൈവറ്റ് സ്കൂളുകളുണ്ട്, എയ്ഡഡ്, അവിടേക്ക് പോലും അയക്കുന്നില്ല, പണം കൊടുക്കുന്ന സ്ഥലങ്ങളിലേക്ക് അയക്കുന്നു എന്നാണ് യോണേട്ടൻ പറഞ്ഞത്. അത് തെറ്റാണ്. കാരണം ഏതാണ്ട് 29,70,000 വരുന്ന കുട്ടികളാണ് കേരളത്തിൽ പഠിക്കുന്നത്. അത് ഗവൺമെന്റ് സ്കൂളുകളിൽ അത്രയും പേര് പഠിക്കുമ്പോൾ അത് പഠിക്കുന്നത് 3.5 ലക്ഷം കുട്ടികളെ ഇവിടെ പഠിക്കുന്നുള്ളൂ, പ്രൈവറ്റിൽ പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നുള്ളൂ. അപ്പൊ അത് തന്നെ പൊളിഞ്ഞു. 10% ആളുകളെ പ്രൈവറ്റിൽ പഠിക്കുന്നുള്ളൂ. അതാണ് ഒരു കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാമോ? കഴിഞ്ഞ തവണയിലെ എൻറോൾമെന്റിൽ കുറവുണ്ടായിട്ടുണ്ട്. അത് ഗവൺമെന്റിലും കുറഞ്ഞിട്ടുണ്ട്, അത് പ്രൈവറ്റിലും കുറഞ്ഞിട്ടുണ്ട്. അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലെ ബർത്ത് റേറ്റ് തന്നെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മലപ്പുറത്തൊക്കെ അല്ലെങ്കിൽ മലബാർ റീജിയനിലൊക്കെ 3.6 ഉണ്ടായത് വർഷങ്ങൾ കൊണ്ടിട്ട് ഇപ്പൊ 2.9ലേക്ക് 2.6ലേക്കും ചില സ്ഥലങ്ങളിൽ നമ്മൾ 2.2ലേക്കും ഒക്കെ വന്നിട്ടുണ്ട്. 2.2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് പോപ്പുലേഷൻ അങ്ങനെ തന്നെ നിൽക്കുന്നതാണ്. അതിനേക്കാൾ കുറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ പോപ്പുലേഷൻ, 1.9 ഒക്കെ ഇട്ടുണ്ട്. ഞാനിപ്പോ അത്ര സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് പോകുന്നില്ല. 1.9 ആണ് കേരളത്തിലെ പോപ്പുലേഷൻ. എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് വേണ്ടത് ഇതേ പോപ്പുലേഷൻ നിലനിൽക്കണമെങ്കിൽ 2.1 ആണ്. അപ്പൊ അതിനേക്കാളും കുറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ഒരു രാജ്യം ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒരു വളരെ എഡ്യൂക്കേറ്റഡ് ഒക്കെ ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. കാരണം പോപ്പുലേഷൻ പലപ്പോഴും എന്ത് ചെയ്യുന്നത്, കുറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെ കറക്റ്റ് അല്ല. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, പുള്ളി പറയുന്നത് അങ്ങനെ കുട്ടികൾക്ക് വേണ്ടി ആളുകൾ പണം മുടക്കുന്നു. അതിൽ ആരും പറയാത്തൊരു കാര്യം എനിക്ക് പറയണ്ട, അതാണ് ഞാനിപ്പോ വീഡിയോ എടുക്കാന്ന് വെച്ചത്. ഇത് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടി പണം മുടക്കുന്നു. അതേസമയം അവര്
ഹോസ്പിറ്റലുകളിൽ പോയി വരാന്തയിൽ കിടക്കുകയാണെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഇത് ഫ്രീ ആയിട്ട് ചികിത്സ കിട്ടാൻ. അതെ. അതേ സ്ത്രീകൾ തന്നെ, സ്ത്രീകളുടെ മെന്റാലിറ്റി എനിക്ക് മനസ്സിലാവുന്നില്ല. അതേ സ്ത്രീകൾ ഫ്രീ ആയിട്ട് ഇതിനകത്തേക്ക് കിട്ടുമ്പോൾ തള്ളിക്കയറുമെന്ന് പറഞ്ഞു. ഇത് മൃണാള് പറഞ്ഞുമായിട്ട് വ്യത്യാസമില്ല. നമ്മളൊരു ഫ്രീ ആയിട്ടൊരു കാര്യം പറഞ്ഞു, അപ്പൊ എല്ലാരും കൂടി തള്ളിക്കയറി വന്ന് കട്ടൻ കാപ്പി പിടിച്ച് നമ്മളെ മുടിപ്പിക്കല്ലേ എന്നാണ് പറയണത്. ഇത് ആരെങ്കിലും പറഞ്ഞ ഇത് നടപ്പിലാക്കാനായിട്ട്? ഈ വയ്യാവേലിയൊക്കെ എടുത്തു വെച്ചില്ലെങ്കിൽ ജയിച്ചാൽ, ഇത് ജയിക്കാൻ വേണ്ടിയിട്ട് പോണ വഴി ഒരു 5ന് ഗ്യാരണ്ടി എന്ന് പറഞ്ഞൊരു തള്ളുകൂടി തള്ളിയതാണ്. യഥാർത്ഥത്തിൽ ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ, ഒന്നാമത്തെ പുള്ളി ഈ വകുപ്പ് പുള്ളിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാധനം നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ സാധനം കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞാണ്. ഇത് വല്ല ആവശ്യമുള്ള കാര്യമാണ്. ഇനി അടുത്തത്, കുറെ സ്ത്രീകളെയും മാതാപിതാക്കളെയും സംബന്ധിച്ച് കേരളത്തിൽ ഒരു യാഥാർത്ഥ്യം ഉണ്ട്. യാഥാർത്ഥ്യം പറയാതിരിക്കാൻ പറ്റില്ല. അത് ജോണേട്ടൻ പറഞ്ഞതിൽ ഒരു ചെറിയ ശതമാനം യാഥാർത്ഥ്യമുണ്ട്. കണക്കുകളൊന്നും അതിനെ നമുക്ക് എടുത്തു വെച്ച് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു മെന്റാലിറ്റിയിൽ ഒരു യാഥാർത്ഥ്യമുണ്ട്. അതെന്താണ്? അഖിലയുടെ മദറാണെങ്കിലും എൻ്റെ മദറും ഫാദറും ഒക്കെ ആണെങ്കിലും അവരുടേതായിട്ടുള്ള സൗകര്യങ്ങൾ അവര് പലപ്പോഴും ഉപയോഗിച്ചിട്ടില്ല. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ അവർക്ക് അസുഖം വരുമ്പോ അവര് ചിലപ്പോ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി ചികിത്സിച്ചാലും കുഴപ്പമില്ലെന്ന് വിചാരിക്കും. കാരണം എന്താ, കയ്യിൽ നിന്ന് കാശ് കൊടുക്കണ്ട, അത് അവരുടെ കാര്യമാണ്. അവർക്ക് യാത്ര ചെയ്യാനായിട്ട് KSRTC ബസ്സിൽ തള്ളിക്കയറി പോയാലും മതി എന്ന് അവർ വിചാരിക്കും. കാരണം എന്താ, അവർക്ക് അത് എനിക്കല്ലേ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്ന പാരന്റ്സ് ആണ് ഇവിടെ കൂടുതൽ. അതേസമയം മക്കളുടെ കാര്യം വരുമ്പോ അവർക്ക് നമ്മൾ അനുഭവിച്ച ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവരുത്, അവർ ജീവിതത്തിൽ രക്ഷപ്പെടണം. രക്ഷപ്പെടണമെങ്കിൽ കുറച്ചുകൂടി ഫീസുള്ള ഏറ്റവും നല്ല കോളേജിൽ, ഏറ്റവും നല്ല സ്കൂളിൽ വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നതിന് എന്താ തെറ്റുള്ളത്? ഇതൊരു സാധാരണ ആളുകളുടെ മെന്റാലിറ്റിയാണ് ജോണേട്ടാ. അപ്പൊ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ അവരെ അങ്ങോട്ട് അപഹസിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം ചെയ്യരുതായിരുന്നു. മനസ്സിലായി? ശരിയാണല്ലോ. ഞാനിപ്പോ പലപ്പോഴും ഓർത്തു നോക്കിയിട്ടുണ്ട്. ഇപ്പൊ പലപ്പോഴും ഇപ്പൊ അഖിലക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ, പല വീടുകളിലും മുത്തശ്ശിമാരൊക്കെ ഐസ്ക്രീം മേടിച്ച് ചെറുമക്കൾക്ക് കൊണ്ടുവന്ന് വരും. അവർ ഐസ്ക്രീം കഴിക്കൂല. അവർക്ക് ഐസ്ക്രീം കഴിക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല അത്. പകരം അവരുടെ കയ്യിൽ 100 രൂപ ഉണ്ടെങ്കിൽ 100 രൂപക്ക് അവര് 2 ഐസ്ക്രീം മേടിച്ച് 2 ചെറുമക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുത്തേക്കാന്ന് അവര് വിചാരിക്കും. മനസ്സിലായ? അപ്പൊ അങ്ങനെ ഞാനൊക്കെ അങ്ങനെ ചെയ്യാത്ത ഒരാളാണ്. പക്ഷെ ഞാൻ പറയണത് ബേസിക്കലി അങ്ങനെ വിചാരിക്കുന്ന പാരന്റ്സ് ആണ് ഈ നാട്ടിലുള്ളത്. കാരണം അത് അവരുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും കൊണ്ടാണ്. ആ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഉള്ള ആളുകളിലേക്ക് നിങ്ങൾ വരൂ, ഫ്രീ ആയിട്ട് ഈ വണ്ടിയിലേക്ക് കയറിക്കോന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ വർത്താനം എന്ത് ചെയ്യരുത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ പണ്ട്, ഞാനിപ്പോ ജോണേട്ടൻ ആയതുകൊണ്ട് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. വ്യക്തിപരമായി എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളാണ്, നമ്മൾ ബഹുമാനിക്കുന്ന ഒരാളാണ്. പുള്ളി പലപ്പോഴും വളരെ സൈദ്ധാന്തികമായും ആശയപരമായിട്ടും ഒക്കെ തർക്കിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ, ഈ പണ്ടൊരു തലേണ മന്ത്രം എന്താന്ന് പറഞ്ഞൊരു സിനിമയിലുണ്ട്. അതിൽ മറ്റേ മാമുക്കോയ ശ്രീനിവാസനെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ പഠിപ്പിക്കുമ്പോ ശ്രീനിവാസനെ കൊച്ചു ചൂടാകുന്നുണ്ട്. അതായത് ഡ്രൈവിംഗ് ശ്രീനിവാസൻ അറിയില്ല, മാമുക്കോയൊക്കെ അറിയുള്ളൂ. പക്ഷെ ശ്രീനിവാസൻ പറയുന്നത്, നിങ്ങൾ പോളിടെക്നിക്ക് പഠിച്ചിട്ടുണ്ടോ? ഞാൻ പോളിടെക്നിക്ക് പഠിച്ചവനാണ്, എനിക്ക് യന്ത്രങ്ങളുടെ പ്രവർത്തനമൊക്കെ അറിയാം, നിങ്ങൾ എന്നെ പഠിപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് വണ്ടിയെന്ന് ഇടിച്ച് മറ്റേ എന്ത് ചെയ്യും, ഹോസ്പിറ്റലിലാവും. ഹോസ്പിറ്റലിലാവുമ്പോ കരാട്ടെ മാസ്റ്റർ ആയിട്ടുള്ള ഇന്നസെന്റും മറ്റേ ആളുകളും കൂടി കാണാൻ വരുന്നുണ്ട്. കാണാൻ വരുമ്പോഴത്തേക്കൊന്നും ഇയാളാണോ പഠിപ്പിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. ഇയാളാണ് പഠിപ്പിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇയാളാണ് പഠിപ്പിച്ചതെന്ന് പറയുമ്പോ, ഇയാൾ പഠിപ്പിച്ചാൽ പിന്നെ ഇതൊക്കെ സംഭവിക്കും, ഇതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. വളരെ മോശം വർത്താനം പറയുന്നത്. ഈ വർത്താനം പറയുമ്പോ മാമുക്കോയ കണ്ണിൽ മറ്റേ ഇതൊക്കെ കെട്ടിവെച്ചിരിക്കുന്നുണ്ട്. മാമുക്കോയ ഈ ഇന്നസെന്റ് അപ്പുറത്തേക്ക് വിളിക്കണ്. അപ്പുറത്തേക്ക് ഒരു കാര്യം പറയേണ്ടതെന്ന് പറഞ്ഞ് വിളിക്കും. വിളിച്ചിട്ട് കരാട്ടെ മാസ്റ്ററാണ് ഇന്നസെന്റിന്റെ കർണം പോയിച്ചൊരെണ്ണം കൊടുത്ത് ഡ്രസ്സൊക്കെ കയറി കഴിയുമ്പോഴത്തേക്ക് നല്ല ഇടിച്ച് ഡ്രസ്സൊക്കെ കയറി കഴിയുമ്പോ ഇന്നസെന്റ് ഇപ്പുറത്തേക്ക് വന്നിട്ട് പറയുന്ന ഒരു വർത്താനമുണ്ട്. നല്ല മനുഷ്യനായിട്ട്. അപ്പൊ അതിനു മുമ്പ് മാമുക്കോയ പറയുന്ന ഒരു വർത്താനം ഉണ്ട്. എന്താണെന്നറിയാമോ? ആ വർത്താനം ഞാൻ പറയണില്ല, മാമുക്കോയ പറഞ്ഞാണ്. അതെന്താ വെച്ചാൽ, ഒരാൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴാണ് ഈ ചെറ്റ വർത്താനം പറയുന്നത്. മനസ്സിലായി? അപ്പൊ അതുപോലെ ഇത് നിങ്ങൾ കൊടുത്തിട്ട് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത്. അപ്പൊ അത് മാത്രമല്ല, അവരുടെ അവകാശമാണ്, അവരെ ആദരിക്കലാണ്. ആനയാണ്, തേങ്ങയാണ്, മാങ്ങയാണെന്നൊക്കെ പറഞ്ഞുള്ള ഡയലോഗൊക്കെ ആയിരുന്നു. സംഭവം ഇത്ര വലിയ ആർഭാടത്തിനൊന്നും ആവശ്യമില്ല. വോട്ട് കിട്ടാൻ വേണ്ടി ഒരു കാര്യം പറയുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ ഇപ്പൊ ഇതിനകത്ത് സ്ത്രീകൾ അങ്ങോട്ട് ആദരിച്ച് കളഞ്ഞേക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള കാര്യമില്ല. പക്ഷെ സ്ത്രീകളുടെ ഒരു ഗുണമുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം സ്ത്രീകളുടെ മൊബിലിറ്റി കൂടുമ്പോൾ സമൂഹത്തിൽ അവരുടെ സുരക്ഷിതത്വം കൂടും, അവർ കുറെ കൂടി മുഖ്യധാരയിലേക്ക് വരും എന്നൊക്കെ ഉള്ളത് ഒരു യാഥാർത്ഥ്യമുള്ള കാര്യമാണ്. പക്ഷെ അപ്പൊ അത് മലപ്പുറത്തെയും കാസർഗോഡിലെയും ആളുകൾക്ക് വേണ്ടെന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യമൊക്കെ അവിടെ നിൽക്കുമ്പോഴും നടപ്പാക്കിയത് നല്ല കാര്യമാണ്.
ആ നല്ല കാര്യത്തിനാണ് ഇപ്പൊ എന്ത് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ആക്കി ഏ വെച്ചിട്ടുള്ളത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോണേട്ടൻ ചെയ്ത പണി എന്താണെന്ന് വെച്ചാൽ ഒരു കൊമ്പിൽ ഇരിക്കണായിരുന്നു, പ്രിയദർശിനി കൊമ്പ്. പുള്ളി ഇപ്പുറത്തിരുന്ന് ഇങ്ങോട്ട് വെട്ടി അതിൽ നിന്ന് മലന്നടിച്ച് എന്ത് ചെയ്ത് വീണു. വീണു. അത് ആദ്യം പുള്ളി പറഞ്ഞത്, ഞാൻ പറഞ്ഞത് ബിഹേവിയറൽ സയൻസ് ആണ്, ബിഹേവിയറൽ എക്കണോമിക്സിനെ കുറിച്ചാണ്. അതൊക്കെ വേറെ വലിയ കാര്യങ്ങളാണ്. അതൊക്കെ ജോണേട്ടന് അറിയാൻ പാടില്ലാത്ത ഒരാളൊന്നുമില്ല. മനസ്സിലായി? ഫിസിക്സും എക്കണോമിക്സും ഒക്കെ പുള്ളിക്ക് നന്നായിട്ടൊക്കെ അറിയാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതൊക്കെ വേറെ വേറെ മാറ്ററാണ് ജോണേട്ടൻ, ഇതിനകത്തൊന്നും കൊണ്ടുവരില്ല. ഇപ്പൊ എക്കണോമിക്സിൽ ഗിഫിൻ പാരഡോക്സ് എന്ന് പറയും. പലപ്പോഴും നമ്മൾ അതിലേക്ക് ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. ആവശ്യമുള്ള സാധനത്തിനാണ് നമ്മൾ കാശ് കൊടുക്കണമെന്ന് നമ്മൾ എപ്പോഴും പറയും. നമുക്ക് ആവശ്യമുള്ള കാര്യം, ഡിമാൻഡുള്ള കാര്യത്തിനാണ് കാശ് കൂടുതൽ കൊടുക്കുക. കൊടുക്കുന്നത്. അങ്ങനെയല്ല. ഇപ്പൊ നമ്മൾ ഗോൾഡിന് കാശ് കൊടുക്കും, ഗോൾഡ് കൊണ്ട് എന്താ ആവശ്യം എന്ന് ചോദിച്ചാൽ അറിയില്ല. അതെ. മനസ്സിലായി? നമ്മൾ രാവിലെ കഴിക്കാനോ അല്ലെങ്കിൽ ഭക്ഷണം അതൊന്നും ഉപയോഗിക്കില്ല. പക്ഷെ ഗോൾഡ് എന്ന് വെച്ചാൽ ഒരു സമ്പാദ്യം എന്നുള്ള നിലക്കാണ്. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. മനസ്സിലായി? അതൊക്കെ ആളുകൾ പഠിച്ചിട്ട് ഏതെങ്കിലും പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജോണേട്ടനൊക്കെ ഇതൊരു പ്രബന്ധമായിട്ടൊക്കെ അവതരിപ്പിച്ചെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഈ കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ചെന്നപ്പോ എന്ത് ചെയ്യരുത്. ഇത് പറയുന്നത് പിന്നെ പുള്ളി വിചാരിച്ചില്ല ഇത്ര വലിയ വിവാദമൊക്കെ ഇത് എല്ലാവരും ശ്രദ്ധിക്കുമെന്നൊന്നും വിചാരിച്ചില്ല. വിചാരിച്ചില്ല. ഒന്നാമത്തെ ഇന്ത്യയിലെ ആകെ ഉള്ള കമ്മ്യൂണിസ്റ്റ് മന്ത്രിയാണെന്നാണ് പുള്ളി തന്നെ പറയണത്. കാരണം കമ്മ്യൂണിസ്റ്റ് മന്ത്രി UDF-ലാണെന്നാണ്. കാരണം ബാക്കി ഇപ്പൊ CPM-ന് എങ്കും ഭരണമില്ല, CPI-ക്ക് ഭരണമില്ല. അപ്പൊ ആകെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ മന്ത്രിയാണെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ ആ മന്ത്രിയുടെ വായിൽ നിന്ന് ഇത്തരത്തിലുള്ള വാക്കുകൾ ഉണ്ടാകാൻ പാടില്ല. പാടില്ല. സത്യം പറഞ്ഞാൽ വേറെ ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ ഇപ്പൊ നമ്മൾ അതിൽ അത്ഭുതമൊന്നും തോന്നൂല. മനസ്സിലായ? അപ്പൊ തുറന്നു പറഞ്ഞ ഇപ്പൊ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞാൽ പോലും നമുക്ക് വലിയ അത്ഭുതം തോന്നൂല. കാരണം എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി എന്ത് ചെയ്യും? നാളെ പുള്ളി നമ്മളോട് പറയും, ഇല്ല ഇന്നലെ ഞാൻ ഇവിടെ സ്ഥലത്തുണ്ടായില്ല, നിങ്ങൾക്ക് വരെ തോന്നിയതാണ്, അത് AI ആയിരുന്നു എന്നൊക്കെ എന്ത് ചെയ്യാം. ജോണേട്ടനെ പെട്ടുപോയി. അപ്പൊ അതെന്താണെങ്കിലും മാപ്പ് പറഞ്ഞാൽ നന്നായി. ആദ്യത്തെ ഞാൻ സത്യം പറഞ്ഞാൽ വിളിക്കണമെന്ന് വിചാരിച്ചോളൂ. കാരണം ആദ്യത്തെ ഒരു 2-3 മണിക്കൂറുകളിൽ ജോണേട്ടൻ ഇത് ന്യായീകരിക്കുകയാണ് ചെയ്തത്. മനസ്സിലായി? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. തെറ്റ് പറ്റിയാൽ പറ്റിപ്പോയി, സോറി, പെട്ടെന്നുള്ള ഒരു ആവേശത്തിൽ എന്നാണ്, എക്സ്ക്യൂസ് മീ, സോറി, ചെറിയൊരു എക്സ്ക്യൂസ് മീ, ചെറിയൊരു തെറ്റ് പറ്റി, പെട്ടെന്നുള്ള ആവേശത്തിൽ അടി അടിച്ചാണ് പറയേണ്ട കാര്യം. പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ ഗവൺമെന്റിന്റെ ഒക്കെ ഉള്ളിരിപ്പൊക്കെ ഇത് തന്നെയാണ്. സ്വാഭാവികം. നമ്മള് ഫ്രീ ആയിട്ടൊക്കെ തരാന്ന് പറയുന്നു, നിങ്ങൾ എല്ലാരും കൂടി ഒന്ന്. അല്ല, ഇവരൊക്കെ ഇത്രയും പറയുന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ അതൊക്കെ ശരിക്കും തന്നെയല്ലേ. പറഞ്ഞാൽ മറ്റേ സദ്യക്കിലെ കോമഡി പ്രോഗ്രാമിലൊക്കെ പറയില്ലേ, ഞാൻ ഞാൻ അവന്റെ മോളുടെ കല്യാണത്തിന് 500 കൊടുത്തു, പക്ഷെ അന്ന് ഞാൻ ഒറ്റക്കാ പോയത്, പക്ഷെ അവനും വീട്ടുകാരും 4 പേരും കൂടി ഒന്ന് കഴിച്ചിട്ട് എനിക്ക് 500 രൂപ തരുന്നതൊക്കെ പറയും. അതാണ് ആ പറയണ പോലെയുള്ള ഒരു വർത്താനം പറയണേ. ആയിപ്പോ. ഞാനൊരു സംശയം ചോദിക്കട്ടെ സാർ. ഇപ്പൊ നമ്മളിതിപ്പോ ഇങ്ങനെ പറയുന്നു, ഇത്രയും കുറച്ചുകൂടി ഹാസ്യമായിട്ട് നമ്മളിത് പറയുന്നു, അല്ലെങ്കിൽ എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ ശരിക്കും ഇപ്പൊ ഈ ജനങ്ങള് വല്ലാത്തൊരവസ്ഥയിലൂടെയല്ലേ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സംഭവമല്ല, പല സംഭവങ്ങളാണ്. നമ്മള് പലപ്പോഴും അതൊക്കെ ഇങ്ങനെ ട്രോളുകളും ഇതേപോലുള്ള ചർച്ചകളായിട്ട് വിടുന്നുണ്ടെങ്കിലും നിസ്സാര കാര്യങ്ങളല്ല. പലതും നടക്കുന്നത് നമുക്ക് ന്യായീകരിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളല്ലേ. അല്ല, ഇത് വളരെ ഗൗരവമുള്ള നിസാരമായിട്ടുള്ള ഒരു കാര്യമേ അല്ല. കാരണം എന്താ വെച്ചാൽ ഇത് ആളുകൾക്ക് കൊടുത്തിട്ട് ഞങ്ങള് ഈ പറയുന്ന ഇത് നിങ്ങൾ ഇങ്ങോട്ട് തള്ളിക്കയറണേന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അങ്ങേയറ്റത്തെ മോശപ്പെട്ട കാര്യമാണ്. ഞാൻ കാര്യം അകലെ പറഞ്ഞ കറക്റ്റാണ്. ഇപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഉപയോഗിക്കുന്ന രൂക്ഷത എന്റെ ഭാഷയിൽ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ രൂക്ഷത ഇല്ലാത്തതിന് ഒരൊറ്റ കാരണമുള്ളത് പുള്ളി അത് മാപ്പ് പറഞ്ഞുകൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ മാപ്പ് പറയുന്നതിന് മുമ്പാണ് നമ്മളിപ്പോ ഈ വീഡിയോ എടുക്കണമെങ്കിൽ അത് വേറൊരു തലത്തിൽ ഞാൻ എന്ത് ചെയ്താലേ പറഞ്ഞേനെ. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് വേറൊരു വീഡിയോയിൽ, എന്റെ ചാനലിലെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഈ പറ്റിയ തെറ്റ് പുള്ളി ശരിക്കും പറഞ്ഞാൽ തിരുത്താതെ വീണ്ടും വീണ്ടും കൊണ്ടുപോയി പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ, ഇത് ആദ്യം പുള്ളിയുടെ ന്യായീകരണം എന്താണെന്നറിയാം. അത് കേട്ടപ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നിപ്പോയി. അത് കേട്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ വിളിക്കാനെടുത്ത ഫോൺ ഞാൻ വേണ്ടെന്ന് വെച്ചത്. അതെന്താ വെച്ചാൽ പുള്ളി പറയണത്, ഇത് കേരളത്തിലുള്ള ദാരിദ്ര്യം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല, അതുകൊണ്ട് അതിനെക്കുറിച്ച് സൂചിപ്പിക്കാനാണ് ഇത് പറഞ്ഞതെന്നാണ്. അതിനെക്കുറിച്ച് സൂചിപ്പിക്കാനല്ല ഇത് പറഞ്ഞത്. പുള്ളി പറയുന്നത് കേരളത്തിലെ ദാരിദ്ര്യം ഒഴിവാക്കി എന്നാണല്ലോ പിണറായി വിജയൻ സർക്കാരൊക്കെ പറഞ്ഞത്. പിണറായി വിജയൻ സർക്കാർ പറഞ്ഞാൽ അതല്ല. പിണറായി വിജയൻ സർക്കാർ പറഞ്ഞത് അതിദാരിദ്ര്യം ഒഴിവാക്കി എന്നാണ്. അപ്പൊ ദാരിദ്ര്യം ഇവിടെ ഒഴിവായിട്ടില്ല. ദാരിദ്ര്യം ഒഴിവാക്കിയിട്ട് എന്ന് പറഞ്ഞല്ലോ, പക്ഷെ ദാരിദ്ര്യം നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ടാണ് ആളുകൾ ഇപ്പോഴും ഇതുപോലെ വരാന്തയിൽ വന്ന്, ഹോസ്പിറ്റലുകളിലെ വരാന്തയിൽ വന്ന് കിടക്കുന്നത്. അതുപോലെ ഇത് ശരിക്കും പറഞ്ഞാൽ ജോണേട്ടൻ പറഞ്ഞ വലിയ പ്രശ്നമുണ്ട്. കാരണം ഈ വരാന്തയിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലേക്ക് കേരളത്തിലെ വലിയ സമ്പന്നരായിട്ടുള്ള ആളുകൾ കൂടി വന്ന് ചികിത്സിക്കുന്ന കാലം വരണം. ആ ലെവലിലേക്ക് നമ്മുടെ ഹോസ്പിറ്റലുകൾ മെച്ചപ്പെടണമെന്ന് വിചാരിക്കുന്നതിന് പകരം കാശില്ലാത്തവൻ ഇങ്ങോട്ട് വന്നാൽ മതി, കാശുള്ളവൻ എന്തിനും ഇങ്ങോട്ട് വരണം, നിങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്നവരാണ്.
അതുകൊണ്ട് അത് പറയാനേ പാടില്ല. ഞാനത് കൊണ്ട് പറയണേ, ഇത് ന്യായീകരിക്കാൻ നിൽക്കാതെ സത്യം പറഞ്ഞാൽ ഇപ്പൊ പുള്ളിയൊക്കെ വലിയ ആളാണ്, നമ്മളെ വിളിച്ചിട്ടൊന്നും അഡ്വൈസ് ചെയ്യേണ്ട ഒരാളല്ലല്ലോ. ഇപ്പൊ നമ്മളൊക്കെ വിളിച്ച് അഡ്വൈസ് ചെയ്യേണ്ട ഒരാളല്ല ജോണേട്ടൻ. അപ്പൊ അതുകൊണ്ട് സത്യം പറഞ്ഞാൽ പക്ഷെ എനിക്ക് വലിയ ബുദ്ധിമുട്ടും ഉണ്ടായി. ഇപ്പൊ ഞാൻ എൻ്റെ സ്വഭാവത്തിന് അകലൊക്കെ കയറി, ഇപ്പൊ നമുക്ക് പരിചയമുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് ഒരു മിസ്റ്റേക്ക് പറ്റിയെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് അയാളോട് നേരിട്ട് പറയും, അത് തിരുത്താൻ പറയുകയൊക്കെ ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ട് നമുക്ക്. അതുകൊണ്ട് നമ്മൾ പലവട്ടം ഫോൺ എടുത്താണ്. പക്ഷെ അപ്പോഴും നമുക്കറിയാം ഇത് പുള്ളി ഇപ്പൊ പഴയ പോലെ ഒരാളല്ല, മന്ത്രിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നേരത്തെ ഇപ്പൊ ജോണേട്ടൻ വിളിച്ചാൽ പോലും തിരിച്ചു വിളിക്കും. എനിക്കറിയില്ല, ഞാനിപ്പോ മന്ത്രിയായതിനു ശേഷം വിളിച്ചിട്ടേ ഇല്ല. അപ്പൊ ഇപ്പോഴും അങ്ങനെ എനിക്കറിയില്ല എങ്ങനെയാണ്. പക്ഷെ തിരക്കുണ്ടാവും നമുക്കറിയാലോ. അപ്പൊ നമ്മൾ കഴിയുന്നതും ഒരാവശ്യമില്ലാതെ എന്ത് ചെയ്യില്ല, വിളിക്കില്ല. അപ്പൊ ഈ കാര്യത്തിൽ പക്ഷെ പുള്ളി ഈ ന്യായീകരണം കൂടി നടത്തിയപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ട് കാര്യമില്ല, ഉം. വിളിച്ചിട്ട് കാര്യമില്ല. ശരിക്കും പറഞ്ഞ് ഇത് സംഭവിച്ച ഉടനെ തന്നെ അയ്യോ എനിക്കൊരു നാക്കുപിഴ പറ്റിയാണ്, ഞാൻ അങ്ങനെ മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ടല്ല പറഞ്ഞത്, പക്ഷെ പറഞ്ഞു വന്നപ്പോൾ അർത്ഥം മാറിപ്പോയി, നിങ്ങൾ ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ ആ പ്രശ്നം അവിടെ കൊണ്ട് തീർന്നു. തീരും. അങ്ങേയറ്റം ഗുരുതരമായ കാര്യമാണ്. യഥാർത്ഥത്തിൽ അതൊരു ഗവൺമെന്റിന്റെ മെന്റാലിറ്റി കൂടിയാണ് കാണിച്ചത്. AP അനിൽകുമാർ അതിനെ ന്യായീകരിച്ചു, കെ മുരളീധരൻ തള്ളി പറഞ്ഞു. കാരണം കെ മുരളീധരൻ തള്ളി പറയാതിരിക്കാൻ പറ്റില്ല. കാരണം കെ മുരളീധരൻ ആരോഗ്യവകുപ്പ് മന്ത്രിയാണ്. ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് പറയാൻ പറ്റുമോ വരാന്തേ കിടത്തി ചികിത്സിക്കേണ്ടത്? അതെ അതെ. അപ്പൊ അതുകൊണ്ട് തള്ളി പറഞ്ഞു. അതുകൊണ്ട് പിന്നീട് പുള്ളി അത് മനസ്സിലാക്കിയിട്ട് അത് തള്ളി പറഞ്ഞ നന്നായി. പക്ഷെ അതിന്റെ ഇടയിൽ ഉള്ള ന്യായീകരണം ഒഴിവാക്കാമായിരുന്നു എന്നാണ് തോന്നുന്നു. മിതമായ ഭാഷയിൽ എനിക്ക് പറയാനുള്ളത്.